ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഇഡ്ഡലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ളൊരു ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇഡ്ഡലി നന്നായി വന്നിട്ടുണ്ട്, നല്ല സ്പോഞ്ച് പോലെയായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇഡ്ഡലി. ഇത് ഞാൻ ഇഡ്ഡലി അരി വെച്ചിട്ടുണ്ടാക്കിയതാണ്, അതുകൊണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ഇഡ്ഡലി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ml 2 ഗ്ലാസ്, ഒരു 250 ml ഗ്ലാസ്സാണ്. 2 ഗ്ലാസ് ഇഡ്ഡലി പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ഗ്ലാസ് ഊന്നുപരപ്പും, 2 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഊന്നും നന്നായിട്ട് കഴുകി എടുത്തിട്ട് വന്ന് ഇതിനൊരു 8 മണിക്കൂർ അടച്ച് വെക്കണം. 8 മണിക്കൂർ കൂടുതൽ വെക്കാൻ പറ്റൂല. ഞാനിവിടെ 8 മണിക്കൂർ ആയതിന് ശേഷം ഇതെല്ലാം അരച്ചെടുക്കുന്നുണ്ട്. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മട്ടരിൻ്റെ ചോറാണ്. ഈ ചോറ് കൊണ്ട് ഉണ്ടാക്കിയാൽ ഇഡ്ഡലി നന്നായിട്ട് വരുന്നുണ്ട്. ആദ്യം ചോറും ഊന്നും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു തരി പോലെ ഇല്ലാതെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കണം. അപ്പത്തിന് നമ്മൾ ഇഡ്ഡലി മാവ് പുളിക്കാതെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഊന്നിൻ്റെയും അരിൻ്റെയും വെള്ളം കളയാൻ പാടില്ല. അരിയും ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ അരി അരച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഊന്നൊന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ഒരു മിക്സ് കൊണ്ട് കൈ കൊണ്ട് ഒന്നും തട്ടാൻ പാടില്ല. ഇതൊരു മാവിലേക്ക് കൈ ഇട്ടാൽ മാവ് പുളിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് കൈയൊന്നും ഇടാതെ ഒരു വിസ്കോ അല്ല മരത്തിൻ്റെ ചട്ടക കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നന്നായി പതപ്പിച്ചെടുത്താൽ മതി. അതിലേക്ക് അരച്ച് വെച്ച പച്ചരിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതൊന്ന് പതപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റോ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പത്തിന് ഇഡ്ഡലി നന്നായിട്ട് വരും. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണം. ഇതൊരു തുണി കൊണ്ട് കവറാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ 8 മണിക്കൂർ ആയിട്ടുണ്ട്. രാവിലെ ഞാൻ ഇഡ്ഡലി മാവ് നന്നായി വന്നിട്ടുണ്ട്. അരി ആയാലും അരച്ച് വെച്ച മാവായാലും 8 മണിക്കൂറിന് കൂടാൻ പാടില്ല, വിട്ട് പുളിച്ച് പോകും. ഇപ്പം ഇവിടെ നന്നായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി കലക്കിയെടുക്കണം. പിന്നെ ഞാനിവിടെ ഇഡ്ഡലി ചമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യ് തടഞ്ഞ് ആ സ്റ്റീലിൻ്റെ ഒരു കിണ്ണത്തേക്ക് നെയ്യ് തടഞ്ഞ് കൊടുക്കണം. അപ്പത്തിന് ഒന്നും ഒട്ടി പിടിക്കാതെ നല്ലതിൽ കിട്ടുന്നുണ്ട്. ഇതിവിടെ നെയ്യ് തടഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിലേക്ക് എല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് ഇഡ്ഡലിൻ്റെ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പത്തിന് അറിയാം നിങ്ങൾക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇഡ്ഡലി. ഇപ്പോൾ നല്ല സ്പോഞ്ച് പോലത്തെ ഒരു ഇഡ്ഡലിയാണിത്. ഇഡ്ഡലിയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സാമ്പാർ കൂട്ടി കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. ഒരു പുളിയൊന്നും വന്നിട്ടില്ല. ഇഡ്ഡലി നന്നായി വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കിയതാണ്. ഒരു സാമ്പാർ നല്ല ടേസ്റ്റാണ്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.